പശ്ചിമേഷ്യയിൽ വീണ്ടും ചോരപ്പുഴ ഒഴുകുകയാണ്. സമാധാനത്തിന്റെ വെള്ളരിപ്രാവുകളെ പുറത്താക്കാൻ നോക്കിയ ലോകരാജ്യങ്ങളെ ഒന്നടങ്കം ഞെട്ടിച്ചുകൊണ്ട് ഇസ്രായേലും അമേരിക്കയും ഇറാനും നേർക്കുനേർ നിൽക്കുന്ന അതിഭീകരമായ അന്തരീക്ഷമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. ലെബനന്റെ മണ്ണിൽ ഇസ്രായേൽ നടത്തുന്ന പോരാട്ടം അതിന്റെ എല്ലാ സീമകളും ലംഘിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം രാത്രി ബെയ്റൂട്ടിൽ തൈലേറ്റ് ഖയാത്ത് മേഖലയെ വിറപ്പിച്ചുകൊണ്ട് നടന്ന ആ ഭീകരമായ വ്യോമാക്രമണത്തിൽ ഹിസ്ബുള്ളയുടെ നിർണായകമായ ഒരു കണ്ണുകൂടി അറ്റുപോയിരിക്കുകയാണ്. ഹിസ്ബുള്ളയുടെ പുതിയ തലവൻ നയീം കാസിമിന്റെ വലം കൈയും അദ്ദേഹത്തിന്റെ പേഴ്സണൽ സെക്രട്ടറിയുമായ അലി യൂസഫ് ഖർഷിയെ ഇസ്രായേൽ സൈന്യം വധിച്ചു എന്ന വാർത്ത പുറത്തു വരുമ്പോൾ അത് ഹിസ്ബുള്ള കേൾക്കുന്ന ഏറ്റവും വലിയ പ്രഹരമായി മാറുകയും ചെയ്യുന്നുണ്ട്. ഹസൻ നസ്രുള്ള കൊല്ലപ്പെട്ടതിന് ശേഷം സംഘടന നിയന്ത്രിക്കാനെത്തിയ നയീം കാസിമിനെ തന്നെ ലക്ഷ്യം വെച്ചാണ് ഇസ്രായേൽ മിസൈലുകളെല്ലാം അയച്ചത്. കാസിം രക്ഷപ്പെട്ടെങ്കിലും അദ്ദേഹത്തിന് നിഴലായി നടന്ന സ്വന്തം അനന്തരവൻ കൂടിയായ ഹർഷിക്ക് രക്ഷപ്പെടാൻ കഴിഞ്ഞതുമില്ല. ഹിസ്ബുള്ള ഇക്കാര്യത്തിൽ ഇനിയും ഔദ്യോഗികമായ സ്ഥിരീകരണം നടത്തിയിട്ടില്ല എങ്കിലും ഇസ്രായേൽ ഈ വിജയം ആഘോഷിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഇതിന്റെ തുടർച്ചയായി ഇസ്രായേൽ അതിർത്തികളിൽ യുദ്ധസന്നാഹവും വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. ഏത് നിമിഷവും ഒരു കരയുദ്ധത്തിന്റെ വ്യാപ്തി കൂടുമെന്ന സൂചനകളാണ് ഇവിടെ നിന്നും വന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ലെബനനിലെ ഈ ചൊരിച്ചിലിനിടയിലും ലോകത്തെ മുൻപിൽ നിർത്തുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പുതിയ നീക്കങ്ങളാണ്. പാകിസ്ഥാന്റെ മധ്യസ്ഥയിൽ ഉണ്ടാക്കിയ വെടിനിർത്തൽ കരാർ ഇറാൻ ലംഘിച്ചു വന്ന ആഞ്ഞടിക്കലുമായി ട്രംപ് രംഗത്തെത്തിയിരിക്കുകയാണ്. വെടിനിർത്തൽ പ്രഖ്യാപിച്ചതിന് പിന്നാലെ UAE, സൗദി അറേബ്യ, ബഹ്റൈൻ, ഖത്തർ തുടങ്ങിയ രാജ്യങ്ങൾ, അതായത് ഗൾഫ് രാജ്യങ്ങൾക്ക് നേരെ ഇറാൻ ആക്രമണം നടത്തിയെന്നാണ് ട്രംപിന്റെ ആരോപണം ഉണ്ടാകുന്നത്. ഇതിന് പിന്നാലെ ഇറാൻ ഹോർമുസ് കടലിടുക്ക് വീണ്ടും അടച്ചതോടെ ആഗോള വിപണിയിൽ എണ്ണവില കുതിച്ചുയരുമെന്നുള്ള ഭീതി പരന്നിരിക്കുകയും ചെയ്യുന്നുണ്ട്. ട്രംപ് തന്റെ ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചിട്ടത് ലോകം ഞെട്ടിയിരിക്കുകയാണ്. കരാർ പാലിച്ചില്ലെങ്കിൽ ലോകം ഇതുവരെ കണ്ടിട്ടില്ലാത്ത വിധം ശക്തമായ ആക്രമണം നേരിടേണ്ടി വരുമെന്നാണ് ട്രംപിന്റെ മുന്നറിയിപ്പുണ്ടാകുന്നത്. അമേരിക്കൻ സൈന്യം പേർഷ്യൻ ഗൾഫിൽ തുടരുമെന്നും തകർക്കപ്പെട്ട ശത്രുവിനെ പൂർണ്ണമായും ഇല്ലാതാക്കാൻ തങ്ങൾ സജ്ജമാണെന്നും ട്രംപ് പറയുമ്പോൾ അത് ഇറാനുള്ള മരണ വാറണ്ടായിട്ടാണ് രാഷ്ട്രീയ നിരീക്ഷകർ പോലും കരുതുന്നത്. ട്രംപിന്റെ ഈ വാക്കുകൾ വെറും വിരട്ടലല്ല എന്ന് ലോകം ഒന്നിച്ച് പറയുകയും ചെയ്യുന്നുണ്ട്. ഇറാനെ സാമ്പത്തികമായും സൈനികമായും തകർക്കാൻ ആവശ്യമായ പദ്ധതികൾ വൈറ്റ് ഹൗസിൽ ഇതിനോടകം തന്നെ തയ്യാറായി കഴിഞ്ഞിട്ടുമുണ്ട്. ഇറാനുമായി ചർച്ച നടത്തി വെടിനിർത്തൽ പ്രഖ്യാപിച്ചതിൽ ഇസ്രായേലിന് കടുത്ത അമർഷമുണ്ടെന്ന വാർത്തകളും പുറത്തു വരുന്നുണ്ട്. തങ്ങളെ അറിയിക്കാതെയും ചർച്ചകളിൽ നിന്ന് മാറ്റി നിർത്തിയും അമേരിക്ക എടുത്ത തീരുമാനങ്ങളിൽ ബെഞ്ചമിൻ നെതന്യാഹു അതൃപ്തൻ കൂടിയാണ്. വാൾസ്ട്രീറ്റ് ജേണൽ വാർത്ത ഈ പുറത്തുവിട്ടപ്പോൾ അമേരിക്ക ഇസ്രായേൽ ബന്ധത്തിൽ വിള്ളലുണ്ടോ എന്നുള്ള സംശയം ഉയർന്നു വരികയും ചെയ്യുന്നുണ്ട്. എന്നാൽ നെതന്യാഹുവിന്റെ നീക്കം വളരെ തന്ത്രപരമായി മുന്നോട്ട് പോവുകയാണ്. ഇറാനുമായാണ് അമേരിക്ക കരാറിൽ ഏർപ്പെട്ടതെന്നും അതിൽ ലെബനൻ ഉൾപ്പെടില്ല എന്നും അദ്ദേഹം തുറന്നടിക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഹിസ്ബുള്ളയെ തീർക്കാൻ തങ്ങൾ ലെബനനിൽ ബോംബിടുന്നത് തുടരുമെന്ന് ഇസ്രായേലിന്റെ പക്ഷം പറയുന്നുമുണ്ട്. ഇതിനെതിരെ ഇറാനും രംഗത്തെത്തിയിട്ടുമുണ്ട്. ലെബനനിൽ അക്രമം തുടർന്നാൽ തങ്ങൾ കരാറിൽ നിന്ന് പിന്മാറുമെന്നും ഹോർമുസ് കടലിടുക്ക് തുറക്കില്ല എന്നും ഇറാൻ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇതോടെ സമാധാന ചർച്ചകൾ പാതി വഴി നിൽക്കുന്ന അവസ്ഥയിലാണുള്ളത്. ഇതൊന്നും കൂടാതെ സത്യത്തിൽ അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പശ്ചിമേഷ്യയിൽ ഇസ്രായേലും ഇറാനും തമ്മിലുള്ള ഈ നിഴൽയുദ്ധം ഒരു ലോകമഹായുദ്ധത്തിന്റെ കവാടമാണോ തുറക്കുന്നത് എന്നുള്ള ഭീതിയിലാണ് ലോകരാജ്യങ്ങളെല്ലാം ഉള്ളത്. ഹോർമുസ് കടലിടുക്ക് ഇറാൻ അടച്ചത് മാത്രമല്ല, ഇപ്പോൾ ചോദിക്കുന്നത് ഏതാണ്ട് 18 കോടിയോളം ഇന്ത്യൻ രൂപയാണ് ചോദിക്കുന്നത്. ഒരു കപ്പൽ കടത്തിവിടണമെങ്കിൽ അത്രയും രൂപ ക്രിപ്റ്റോ ആയി തങ്ങൾക്ക് നൽകണമെന്നാണ് ഇറാൻ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ഇറാൻ തങ്ങളുടെ പ്രോക്സി ഗ്രൂപ്പുകളെ ഉപയോഗിച്ച് നടത്തുന്ന നീക്കങ്ങളിൽ ഇസ്രായേൽ നൽകുന്ന മറുപടി അതിക്രൂരം കൂടിയാണ്. ഇറാൻ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ ലളിതമൊന്നുമല്ല. യുറേനിയം സമ്പുഷ്ടമാക്കാനുള്ള തങ്ങളുടെ അവകാശം നിഷേധിക്കപ്പെട്ടെന്നും ഇറാന്റെ ആകാശ പരിധിയിൽ ശത്രുരാജ്യങ്ങൾ ഡ്രോണുകൾ പ്രവേശിച്ചെന്നും ഇറാൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഗർ ഖാലിബാബ് ആരോപിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ ലംഘനങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് അവർ വീണ്ടും കടലിടുക്ക് അടച്ചിരിക്കുന്നത്. ലോകത്തിന്റെ എണ്ണ വ്യാപാരത്തിന്റെ തന്നെ സ്ഥിരമായ ഹോർമുസ് കടലിടുക്ക് അടയ്ക്കുക എന്നാൽ ലോകത്തിന്റെ കണ്ണ് പൊത്തുക എന്നുള്ളതാണ് അർത്ഥം. ഇതിനെ നേരിടാൻ ട്രംപ് തന്റെ വിശ്വസ്ത സേനയെ തന്നെ കളത്തിലിറക്കി കഴിഞ്ഞിട്ടുമുണ്ട്. ട്രംപിന്റെ വലങ്കൈയായ വൈസ് പ്രസിഡന്റ് JD വാസിനെ നേതൃത്വത്തിലുള്ള സംഘം ശനിയാഴ്ച പാകിസ്ഥാനിലേക്ക് എത്തുകയും ചെയ്യും. ഒപ്പം തന്നെ സ്റ്റീവ് വിറ്റ്കോഫ്, ജാരഡ് കുഷ്ണർ എന്നിവരടങ്ങുന്ന ഈ ഉന്നത സംഘം ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനുമായി നിർണായകമായ ചർച്ചകൾ നടത്തുകയും ചെയ്യും. ഈ ചർച്ച പരാജയപ്പെട്ടാൽ പശ്ചിമേഷ്യയിൽ ആയുധങ്ങൾ മാത്രമായിരിക്കും പിന്നെ സംസാരിക്കുക. വൈസ് പ്രസിഡന്റ് നേരിട്ട് ചർച്ചയ്ക്കിറങ്ങുന്നത് ട്രംപ് ഈ വിഷയത്തിൽ നൽകുന്ന ഗൗരവമാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ഇറാനെ ചർച്ചാമേശയിലേക്ക് തിരികെ എത്തിക്കാൻ സർവ്വതന്ത്രങ്ങളും പ്രീണന തന്ത്രങ്ങളുമെല്ലാം ഒരേപോലെ പയറ്റാനാണ് അമേരിക്കയുടെയും പദ്ധതി. ട്രംപിന്റെ കടുപ്പമേറിയ നിലപാടുകൾ കണ്ട് നാറ്റോ പോലും ഭയന്നിരിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. അമേരിക്ക സഖ്യമിടുമെന്ന ഭീഷണി മുഴക്കിയതോടെ നാറ്റോ സെക്രട്ടറി ജനറൽ മാർക്ക് റൂട്ടെ ഓടിവന്ന് ട്രംപിനെ കാണുകയും ചെയ്തിട്ടുണ്ട്. ലോകത്തിന്റെ പോലീസ് സഭയിൽ ഇനി അമേരിക്ക തനിച്ചുണ്ടാകുമെന്നും തങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാത്ത ഒരു സഖ്യത്തിലും തുടരില്ല എന്നും ട്രംപ് വ്യക്തമാക്കുന്നുമുണ്ട്. പശ്ചിമേഷ്യയിലെ ഈ കലുഷിത സാഹചര്യം വൻ ശക്തികളെ നേരിട്ടുള്ള യുദ്ധത്തിലേക്ക് കൂടി നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഹിസ്ബുള്ളയുടെയും ഹമാസിന്റെയും വേരുറക്കാൻ ഇസ്രായേൽ ബോംബുകൾ വർഷിക്കുമ്പോൾ അപ്പുറത്ത് അമേരിക്കയുടെ കാര്യത്തിൽ ഇറാനെ മുട്ടുകുത്തിക്കാൻ ട്രംപ് ഒരുങ്ങുകയും ചെയ്യുന്നുണ്ട്. അമേരിക്ക തിരിച്ചെത്തിയിരിക്കുന്നെന്ന് ട്രംപ് പ്രഖ്യാപിക്കുമ്പോൾ അത് വെറുമൊരു വാക്കായി മാത്രം കാണരുത്. ലോകത്തിന്റെ അധികാരം തന്റെ കൈകളിൽ ഭദ്രമാണെന്ന ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് അവിടെ നിന്നുണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇറാന്റെ ഓരോ നീക്കങ്ങളും അതുപോലെ അമേരിക്കൻ ഉപഗ്രഹങ്ങളും ഡ്രോണുകളും നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് ഉണ്ടാകുന്നത്. സൈനികമായ ഒരു നീക്കത്തിന് ഇറാൻ തുനിഞ്ഞാൽ സെക്കൻഡുകൾക്കുള്ളിൽ ടെഹ്റാൻ കത്തിയെരിയുന്ന കാഴ്ചയാകും ലോകം കാണുക.
ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ നിലനിൽപ്പിന്റെ കൂടി പോരാട്ടം കൂടിയാണിത്. ഹമാസിനെ ഗാസയിൽ ഒതുക്കിയ ശേഷം ഹിസ്ബുള്ളയെ ലെബനനിൽ ഇല്ലാതാക്കുക എന്നുള്ളതാണ് അവരുടെ പ്രധാന ലക്ഷ്യം. ഇതിനിടയിൽ ഇറാൻ ഇടപെടുന്നത് തടയാൻ അമേരിക്കൻ സൈനിക സാന്നിധ്യം അവർക്ക് വലിയ കരുത്ത് കൂടി ഉണ്ടാകുന്നുണ്ട്. എന്നാൽ ഇറാൻ പിന്മാറാൻ തയ്യാറുമല്ല. റഷ്യയുടെയും ചൈനയുടെയും പരോക്ഷ പിന്തുണ ഇറാനുണ്ടെന്നതും വസ്തുതാപരമായ കാര്യം കൂടിയാണ്. ഇത് യുദ്ധത്തെ കൂടുതൽ സങ്കീർണമാക്കുകയും ചെയ്യുന്നുണ്ട്. എണ്ണവില വർധനവ് ലോക സമ്പദ് വ്യവസ്ഥയെ തകർക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഈ പേടിയിൽ പല രാജ്യങ്ങളും മൗനം പാലിക്കുമ്പോൾ ട്രംപ് തുറന്ന യുദ്ധത്തിന് തയ്യാറെടുക്കുകയാണ്. പാകിസ്ഥാനിൽ നടക്കുന്ന ചർച്ചകളുടെ ഫലം എന്തായാലും പശ്ചിമേഷ്യയിലെ മണലാരണ്യങ്ങളിൽ ഇനി സമാധാനത്തിന്റെ കാറ്റ് വീശാൻ പ്രയാസം കൂടിയായിരിക്കും. ഇസ്രായേലിന്റെ ആക്രമണത്തിൽ ഹിസ്ബുള്ളയുടെ തലപ്പത്തുള്ളവർ ഓരോരുത്തരായി വീഴുമ്പോൾ സംഘടനയുടെ ആത്മവീര്യം തകർന്നിട്ടില്ല എന്നുള്ളതാണ് അവർ അവകാശപ്പെടുന്നത്. എന്നാൽ അലി യൂസഫ് ഹർഷിയുടെ മരണം ഖാസിമിനെ മാനസികമായി തകർത്തിട്ടുണ്ടാകുമെന്നും ഉറപ്പ് തന്നെയാണ്. സ്വന്തം കുടുംബത്തിൽ നിന്നും ഒരാളെയും തന്റെ നിഴലായിരുന്ന ആളെയും നഷ്ടപ്പെടുന്നത് ഹിസ്ബുള്ളയുടെ ആഭ്യന്തര സുരക്ഷാ പാളിച്ചെന്നാണ് കണക്കാക്കുന്നത്. ഇസ്രായേലിന്റെ ചാരക്കണ്ണുകൾ ഹിസ്ബുള്ളയുടെ ഉള്ളറകളിലേക്ക് വരെ എത്തിയിരിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ ഇറാൻ നൽകുന്ന താക്കീതുകൾ എത്രത്തോളം വിലപ്പോകുമെന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു. ട്രംപ് പ്രഖ്യാപിച്ച ഈ 2 ആഴ്ച വെടിനിർത്തൽ ഒരു പരീക്ഷണം മാത്രമാണ്. ഇറാൻ ഇത് എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും ലോകത്തിന്റെ സമാധാനവും. പക്ഷേ കടലിൽ കടച്ചും അയൽ രാജ്യങ്ങളെ ആക്രമിച്ചും ഇറാൻ കളി തുടങ്ങിയതോടെ ട്രംപ് തന്റെ സ്വതസിദ്ധമായ ശൈലിയിൽ തിരിച്ചടിക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ്. ഇതിനകം തന്നെ അമേരിക്കൻ വിമാനവാഹിനി കപ്പലുകൾ പേർഷ്യൻ ഗൾഫിലേക്ക് തിരിഞ്ഞു കഴിഞ്ഞു. ഒരു ചെറിയ സ്പാർക്ക് മതി പശ്ചിമേഷ്യ ആകെ കത്തിയെരിയാൻ. വരാനിരിക്കുന്ന ദിവസങ്ങളിൽ ട്രംപിന്റെയും നെതന്യാഹുവിന്റെയും ഓരോ നീക്കവും ലോകം ശ്വാസമടക്കി പിടിച്ചാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ശനിയാഴ്ച പാകിസ്ഥാൻ നടക്കുന്ന ചർച്ചകൾ ഒരുപക്ഷെ അവസാനത്തെ അവസരം കൂടിയായിരിക്കും. അത് പരാജയപ്പെട്ടാൽ പിന്നെ മധ്യസ്ഥയ്ക്ക് ആരും ഉണ്ടാവുകയുമില്ല. ഹിസ്ബുള്ളയുടെ വേരിറക്കാൻ ഇസ്രായേലും ഇറാന്റെ അഹങ്കാരം തീർക്കാൻ അമേരിക്കയും കൈകോർക്കുമ്പോൾ പശ്ചിമേഷ്യയിൽ ഇനി തീപാറുന്ന പോരാട്ടങ്ങളുടെ നാളുകളാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അമേരിക്ക തിരിച്ചെത്തിയിരിക്കുന്നു. ഇനി കളി ഒന്നടങ്കം മാറും. ഇറാന്റെ ഓരോ നീക്കത്തിനും 10 ഇരട്ടി പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്ന കാര്യവും ഉറപ്പ് തന്നെയാണ്. പശ്ചിമേഷ്യയിലെ മണലാരണ്യങ്ങളിൽ രക്തം കൊണ്ട് ചോക്കുമോ അതോ ട്രംപിന്റെ തന്ത്രങ്ങൾക്ക് മുന്നിൽ ഇറാൻ മുട്ടുമടക്കുമോ എന്നിനി കാത്തിരുന്ന് കാണേണ്ടത് കൂടിയാണ്.